വി ഡി സതീശൻ യുവാക്കളുടെ ഹരമായ മുഖ്യമന്ത്രിയാണ്, സമ്മതിക്കുന്നു. യുവതികൾക്ക് അതിനേക്കാൾ ഹരമാണ്. കണ്ടാൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം, കണ്ണിറുക്കിക്കൊണ്ടുള്ള കള്ളച്ചിരി, ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് വലിയ വലിയ സന്തോഷമാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ചിരിക്കും. മുമ്പായിരുന്നെങ്കിൽ മസിൽ പിടിച്ച് ചിരിക്കാത്ത ഒരു മുഖ്യമന്ത്രി, വല്ലപ്പോഴും ഏതെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മാത്രം ചിരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. അത് മാറിയപ്പോൾ വി ഡി സതീശൻ വന്നപ്പോൾ ആരെ കണ്ടാലും ചിരിക്കുന്ന മുഖ്യമന്ത്രി. വലിയ മാറ്റം. കേരളം വിസ്മയങ്ങളുടെ നാടായി മാറുകയാണ് എന്നാണ് പലരും ധരിച്ചു വെച്ചത്. പക്ഷേ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പവർ കട്ട് വന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ അങ്ങനെ പല കട്ടുകളും വന്നു, വിലക്കയറ്റം വന്നു. ഇതൊക്കെ വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ ജനങ്ങൾക്ക് അമർഷം മൂക്കുന്നുണ്ട്. ചില ആൾക്കൂട്ടങ്ങളിലൊക്കെ ആളുകൾ പറയുന്നു പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു. ചില ഓട്ടോറിക്ഷകളിൽ കയറിയിരിക്കുമ്പോൾ അറിയാത്ത ആളുകളോട് പോലും ഓട്ടോ ഡ്രൈവർമാർ രാഷ്ട്രീയം പറഞ്ഞു പോകുന്നു, നമ്മുടെ നാട് വീണ്ടും മുടിഞ്ഞുപോയി എന്ന്. ഇതൊക്കെ നാട്ടുകാർ പറയുന്നത്, ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. എന്നാൽ പാർട്ടിക്ക് അകത്തേക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിൽ മഹിളാ കോൺഗ്രസ്സുകാർ ഒത്തുകൂടി. ജബി മേത്തറും സംഘവുമൊക്കെയാണ് സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത്. സംസ്ഥാന സമിതിയായിരുന്നു. അവരൊന്നടങ്കം ഒരു നിവേദനം തയ്യാറാക്കി. വി ഡി സതീശനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയാണ് ആ നിവേദനം. മുഖ്യമന്ത്രിയുടെ മുറി തൊട്ടപ്പുറത്തുള്ളപ്പോഴാണ് തൊട്ടിപ്പുറത്തുള്ള മുറിയിൽ മഹിളാ കോൺഗ്രസ്സുകാർ സമ്മേളിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഈ മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനായിരിക്കണം, ഈ മുഖ്യമന്ത്രി RSSന്റെ വക്താവാകാൻ പാടില്ല, ഈ മുഖ്യമന്ത്രി അഹങ്കാരം വെടിയണം, പാർട്ടിയോടും പാർട്ടിക്കാരോടും അല്പം കൂറെങ്കിലും കാണിക്കണം. രാഖി രാമായണം പോസ്റ്റർ ഒട്ടിച്ചും പെയിന്റ് അടിച്ചും ചുമരെഴുതിയും വോട്ട് ചോദിച്ചും വോട്ട് നേടി വിജയിച്ചു വന്നപ്പോൾ വോട്ട് ചോദിച്ച, വോട്ട് നേടാൻ ഒപ്പം കൂടിയ, വിയർത്തൊലിച്ച, വിയർപ്പൊഴുക്കിയ സാധുക്കളായ കോൺഗ്രസ് പ്രവർത്തകരെ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അവഗണിക്കുന്ന മുഖ്യമന്ത്രിയുടെ നയം തിരുത്തണമെന്ന് മഹിളാ കോൺഗ്രസ് പ്രമേയം പാസാക്കി. ആരെ കണ്ടാലും ചിരിക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടാൽ പുച്ഛമാണ്, പരമപുച്ഛമാണ്. KSU നേതാക്കൾ പറഞ്ഞു, നിങ്ങൾ പബ്ലിക് ലീഡർമാരെ നിയമിക്കുമ്പോൾ LLB ഒക്കെ കഴിഞ്ഞ കുറേ KSUക്കാരൊക്കെ ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലുമൊക്കെ നിയമിക്കണം. അത് ലോയേഴ്സ് കോൺഗ്രസിൽ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതനുസരിച്ചാണ് ഞാൻ നിയമിച്ചതെന്ന് വലിയ വീമ്പിളക്കി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് നോക്കിയപ്പോൾ തങ്ങൾ കൊടുത്ത ലിസ്റ്റൊന്നുമില്ല, സർവമാന RSSകാരെ നിയമിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ വിമർശനം. എന്തിന്? KSUവിൻ്റെ സംസ്ഥാന നേതാവിനെ കണ്ടപ്പോൾ തിരിഞ്ഞു നോക്കാതെ പോയ വ്യക്തിയാണ്. കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുക്കണമെന്ന് കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ പറഞ്ഞതിന് ശേഷമാണ് KSU നേതാവിനെ പോലും കാണാൻ വി ഡി സതീശൻ തയ്യാറായതെന്ന് ഞാൻ പറയുന്നതല്ല, ലോകം കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ സംഭവമാണ്. അതാ മഹിളാ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. അവർ ആർക്കൊക്കെ നിവേദനങ്ങൾ അയച്ചു? മല്ലികാർജുൻ ഖാർഗെക്ക് അയച്ചു, KC വേണുഗോപാലിന് അയച്ചു, ദീപാദാസ് മുൻഷിക്ക് അയച്ചു. എന്തിന്? എല്ലാമായ ചങ്കിൻ്റെ ചങ്കായ രാഹുൽ ഗാന്ധിക്കും നിവേദനം അയച്ചു. ആർക്കെതിരെ? മോദിക്കെതിരെ അല്ല. ആർക്കെതിരെ? പിണറായിക്കെതിരെയല്ല. പിന്നെ ആർക്കെതിരെയാണ്? വി ഡി സതീശൻ എന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് മഹിളാ കോൺഗ്രസ്സുകാർ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് സതീശൻ എന്ത് ചെയ്യും? പ്രേക്ഷകരൊന്നാലോചിച്ച് സതീശൻ എന്തായിരിക്കും ചെയ്യുക? സതീശൻ ഒരു ചിരിയങ്ങ് ചിരിക്കും, കണ്ണിറുക്കി കാണിക്കും, പൂക്കി മുഖ്യമന്ത്രി. ഇത് മഹിളാ കോൺഗ്രസിനും അറിയാം, കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം. പക്ഷേ സംഭവങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 1 or 2 വർഷമല്ല, അതിനപ്പുറത്തേക്ക് പോകാനുള്ള ആയുസ്സൊന്നും വി ഡി സതീശന്റെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും PC വിഷ്ണുനാഥും OM ജനീഷും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം യൂത്ത് നേതാക്കൾ, M ലിജു ഒക്കെ ഉൾപ്പെടുന്ന നേതാക്കളും അവരുടെ ഭരണരീതിയുമൊക്കെ സർക്കാരിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുമ്പോൾ, വെളിച്ചം ആളിക്കത്തിച്ച് വീശുമ്പോൾ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി തലപ്പത്തിരുന്നു കൊണ്ട് കാണിക്കുന്ന കൊള്ളരുതായ്മകളെ ജനം വച്ചുപൊറുപ്പിക്കില്ല, കോൺഗ്രസ്സുകാരും വച്ചുപൊറുപ്പിക്കില്ല എന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പുകളിൽ പടർന്ന് തുടങ്ങിയിട്ടുണ്ട്. അവരിത് പരസ്യമായും രഹസ്യമായും പറയുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് എന്തു വന്നാലും ആർജവത്തോടുകൂടി കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെക്കും ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പരാതി കൊടുത്തത് നാട്ടുകാർക്ക് ശുഭസൂചനയായി കണക്കാക്കാം. പക്ഷേ വി ഡി സതീശന് അത് ശുഭസൂചനയല്ല, ദുസ്സൂചന തന്നെയാണ്.